ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. 500 കോടി രൂപ കേരളത്തിലെ സ്കൂളുകളിൽ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അനുവദിക്കുന്നുണ്ട്. ആ പൈസ നമുക്ക് ഉപേക്ഷിക്കണോ വേണ്ടോ എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ആ ഫണ്ട് നമ്മൾ വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല. ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ രംഗത്തെ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവും ഇല്ല. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്. ആ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. പാഠപുസ്തകത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും പരീക്ഷാഫലത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും എല്ലാ കാര്യങ്ങളിലും അക്കാഡമിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കേരള ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമാണ് നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ 5000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുക്കി കഴിഞ്ഞു. അത്തരം സ്കൂളുകളിൽ പ്രധാനമന്ത്രിയുടെ പേരെഴുതി വയ്ക്കണമെന്നുള്ളതാണ്. NEP ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തും അത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കിട്ടുന്ന ഫണ്ട് നടപ്പിലാക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ രംഗത്തെ നയവുമായി ബന്ധപ്പെട്ട് മാത്രമേ നടപ്പിലാക്കുന്ന പ്രശ്നമുള്ളൂ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പാഠപുസ്തകങ്ങളിൽ അവിടെ ചില പാഠഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞ വിഷയം ഉണ്ടായപ്പോൾ ബദൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനം കേരളമാണ്. ശ്രീ ബിനോയ് വിശ്വം ഇതെല്ലാം വിസ്മരിക്കുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, 1500 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പല ഘട്ടങ്ങളിലായി കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ സംശയമുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം ഒരു സമയം നിശ്ചയിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അപ്പോൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഉള്ളത്. മറ്റൊരു കാര്യം, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ കൃഷി മന്ത്രാലയം കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് 3 പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. കൃഷി CPയുടെ വകുപ്പാണല്ലോ. പ്രധാനമന്ത്രി കിസാൻ പ്രോജക്റ്റ്, രാഷ്ട്രീയ കൃഷി വികസന യോജന, നാഷണൽ മിഷൻ ഓൺ പരമ്പരാഗത കൃഷി വികസനം എന്നെല്ലാം പറഞ്ഞുള്ള 3 പ്രോജക്റ്റുകൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുകയാണ്. 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്.